നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിലുള്ള അകൽച്ച രൂക്ഷമാവുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ രാജിവെക്കുമെന്നുള്ള ഭീഷണി വരെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനു മുന്നിൽ വി ഡി സതീശൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സതീശനോട് ആലോചിക്കാതെ KPCC ഭാരവാഹികളുടെ ലിസ്റ്റ്, ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും അടങ്ങുന്ന KPCC ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ വി ഡി അതിശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു. KC വേണുഗോപാലിൻ്റെ മാത്രം താൽപ്പര്യത്തിൽ രൂപീകരിച്ച ലിസ്റ്റാണ് ഇതെന്നും മറ്റ് നേതാക്കളുമായി ആരോടും ചർച്ച ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവുമായ തന്നോട് പോലും ആലോചിക്കാതെയാണ് KPCC ഭാരവാഹിയുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതെന്നും അതുകൊണ്ട് താൻ വഴങ്ങുന്ന പ്രശ്നമില്ലെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത്. പുതിയ KPCC ഭാരവാഹികളുടെ മീറ്റിംഗ് പോലും സതീശൻ്റെ എതിർപ്പിനെ തുടർന്ന് സണ്ണി ജോസഫിന് മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായിരിക്കുകയാണ്. KC വേണുഗോപാലിൻ്റെ മേധാവിത്വം ഇനി അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഉറച്ച വാശിയിൽ നിൽക്കുകയാണ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവുമായി താനിരിക്കുമ്പോൾ അതിന് മുകളിൽ നിങ്ങളാരും കയറി കളിക്കേണ്ടെന്നും ഏത് AICC ആയാലും ജനറൽ സെക്രട്ടറി ആയാലും നിയമസഭാ കക്ഷി നേതാവിന് തന്നെയാണ് സംസ്ഥാനത്ത് മുൻതൂക്കമെന്നും 28 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള KC വേണുഗോപാൽ എന്തിനാണ് ഒരു സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങുന്നതെന്നുമാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ഇതോടുകൂടി KC വേണുഗോപാലിൻ്റെ ആളുകളെല്ലാവരും സതീശന് എതിരായി. സണ്ണി ജോസഫ് ആകട്ടെ KC വേണുഗോപാലിൻ്റെ അടുത്തയാളാണ്. KC പറയുന്നതിനപ്പുറം അദ്ദേഹം പോവുകയുമില്ല. അതുകൊണ്ടാണ് K സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി സണ്ണി ജോസഫിനെ അദ്ദേഹം കൊണ്ടുവന്നതും. KC പറയുന്ന അല്ലെങ്കിൽ KC വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാത്ത ഒരു പ്രസിഡന്റ് വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സുധാകരൻ്റെ അടുത്ത് ഈ വിളച്ചിലൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സുധാകരനെ അനാരോഗ്യത്തിൻ്റെ പേരിൽ പതിയെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. അതിന് അദ്ദേഹം ആയുധമായി ഉപയോഗിച്ചത് ക്രൈസ്തവ സഭകളുടെ എതിർപ്പായിരുന്നു. ക്രൈസ്തവ സഭകൾക്ക് ഒരു ക്രിസ്ത്യൻ KPCC അധ്യക്ഷൻ വേണമെന്നാണ് ആഗ്രഹമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനൊപ്പം നിൽക്കണമെങ്കിൽ അവർക്ക് മതിയായ പ്രാതിനിധ്യം പാർട്ടിയിൽ വേണമെന്നുമുള്ള ആവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയരാൻ കാരണം KC വേണുഗോപാലിൻ്റെ ബുദ്ധിയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്ത KC ഇനി പതിയെ കരിക്കൽ നീക്കി അവസാനം സമ്പൂർണമായി KPCC ഭാരവാഹികളെ തൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരെ കൊണ്ട് അദ്ദേഹം ആ ലിസ്റ്റ് ഇറക്കിച്ചു. എന്നുവെച്ചാൽ KC വേണുഗോപാൽ പറഞ്ഞവർ മാത്രമേ KPCC ജനറൽ സെക്രട്ടറിമാരുമായും വൈസ് പ്രസിഡന്റുമാരുമായും ഉണ്ടായുള്ളൂ. ഇതാണ് സതീശനെ ചൊടിപ്പിച്ചത്. താൻ പറഞ്ഞ പലരും KPCC ഭാരവാഹി ലിസ്റ്റിൽ ഇല്ല. പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവായി ഞാനിരിക്കുന്നത്? എന്തിനാണ് നിയമസഭാ കക്ഷി നേതാവായി ഞാൻ തുടരുന്നത്? ഇതാണ് വി ഡി സതീശൻ്റെ ചോദ്യം. അതുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ലിസ്റ്റിനൊപ്പം KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റ് കൂടി ഇറക്കിയാലേ താൻ വഴങ്ങുകയെന്നുള്ള വാശിയിൽ വി ഡി സതീശൻ ഉറച്ചു നിന്നു. ഇതോടുകൂടി സണ്ണി ജോസഫിന് പിരിവെട്ടി. എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഉടൻ തന്നെ KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റ് ഇറക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. KPCC സെക്രട്ടറിമാർ 118-ലധികം ആളുകളുണ്ട്. അതോടൊപ്പം ഈ ജനറൽ സെക്രട്ടറിമാരും. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് ഒരുമിച്ച് ഇറക്കണമെന്നാണ് വി ഡി സതീശൻ KPCC നേതൃത്വത്തോടും KC വേണുഗോപാലിനോടും ആവശ്യപ്പെട്ടതെങ്കിലും KC അത് പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് തൻ്റെ അനുയായികളെ മാത്രം ഉൾപ്പെടുത്തി ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ലിസ്റ്റ് പുറത്തിറക്കി. അതോടുകൂടി വി ഡി സതീശൻ്റെ സ്വഭാവം മാറി. പാവം സണ്ണി ജോസഫാണ് ഇതെല്ലാം ഏറ്റുവാങ്ങേണ്ടത്. കാരണം അദ്ദേഹമാണല്ലോ KPCC അധ്യക്ഷൻ. ഇനി KPCC യോഗം ഞാൻ പറയാതെ നടത്തി കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളെല്ലാവരും അറിയുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതോടുകൂടി വിളിക്കാനിരുന്ന KPCC നേതൃയോഗവും സണ്ണി ജോസഫ് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സതീശൻ സണ്ണി പോര് രൂക്ഷമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് 1.5 മാസവും മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിയമസഭാ കക്ഷി നേതാവും KPCC പ്രസിഡന്റ് തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നത്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത്.